ഹലോ, ജോസ്പിൻ്റെ ഒരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ രാവിലത്തെ ഒരു വ്ളോഗാണ് കാണിക്കുന്നത്. രാവിലെ ഇഡലി സാമ്പാർ വയ്ക്കാമെന്ന് തീരുമാനിച്ചു. ആവശ്യമായ പരിപ്പൊരു കുക്കറിൽ ഇടുന്നുണ്ട്. അത് കഴുകിയതിന് ശേഷം ആവശ്യമായ മലക്കറി അതിൽ വെട്ടിയിടുന്നുണ്ട്. എല്ലാം മലക്കറിയൊന്നുമില്ല, കുറച്ച് മലക്കറിയേ ഉള്ളൂ. തക്കാളി വെട്ടിയിട്ട്, പച്ചമുളക് വെട്ടിയിട്ടു, വീട്ടിൽ കായ്ച്ച വഴുതനങ്ങയാണ്, അതിനെ വെട്ടിയിടുന്നുണ്ട്. ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണെങ്കിൽ പറയാം. പിന്നെ മലക്കറിയിൽ അരിഞ്ഞതിന് ശേഷം അതിലാവശ്യത്തിനുള്ള വെള്ളം കെട്ടി കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കത് വേവിക്കാൻ വെക്കണം. ഇനി അതിനുശേഷം നമുക്ക് ഇഡലിക്കുള്ള കാര്യങ്ങൾ നോക്കാം. ഇന്നലെ അരച്ച് വെച്ച ഇഡലി മാവാണ്. ഞാൻ വേറൊരു വ്ളോഗിൽ ഇഡലി മാവ് അരയ്ക്കുന്നത് ഇട്ടിരിക്കാം. ഉപ്പ് ചേർത്ത് നല്ലപോലെ ഇളക്കണം. അതിനുശേഷം നമുക്ക് ഇഡലി വേവിക്കാൻ വെക്കണം. ഈ ഇഡലി വെന്തതിന് ശേഷമുള്ളതാണ്. നല്ല പഞ്ഞി പോലത്തെ ഇഡലിയാണ്. ഇനി നേരത്തെ നമ്മൾ പച്ച മലക്കറിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അതേ കുക്കറിലാണ് ഞാൻ ഈ മസാല ചേർക്കുന്നത്. അതിലോട്ട് കടുക്, എണ്ണ ഒഴിച്ചതിന് ശേഷം കടുക്, ഉലുവ എന്നിവ പൊട്ടാൻ വേണ്ടി ഇടണം. അതിനുശേഷം അതിലോട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി, അല്പം മല്ലിപ്പൊടിയും, ഒരല്പം മുളക് പൊടിയും, പിന്നെ സാമ്പാർ പൊടിയും, ഇനി അതിലോട്ട് കായപ്പൊടിയും ചേർക്കണം. അതിനുശേഷം അത് നല്ലപോലെ ഇളക്കി. ഇതെല്ലാം ചെയ്യുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ അത് മൂട്ടിപ്പിടിക്കും. ഇനി ഇളക്കുമ്പോൾ നമുക്ക് ഗ്യാസ് ഓണാക്കാം. ഗ്യാസ് ഓണാക്കി അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ വെച്ചിരുന്ന സാമ്പാറിൻ്റെ കൂട്ട് നമുക്ക് അതിലോട്ട് ഒഴിക്കണം. ഞാൻ പുളിവെള്ളമൊന്നും ചേർക്കില്ല. ഇത് ഞാൻ നമ്മൾ തട്ടിക്കൂട്ട് സാമ്പാറാകുമ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്, കുഴപ്പമൊന്നുമില്ല. അതിന് ആവശ്യത്തിലുള്ള വെള്ളവും വെത്തി പാകത്തിന് ഉപ്പും ചേർക്കാം. പാകത്തിനുള്ള ഉപ്പും ചേർത്തതിന് ശേഷം നമുക്കത് തിളയ്ക്കാൻ വിടണം. തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ സാമ്പാർ കുറുകി അങ്ങ് വന്നോളും. ഒരു തിള വന്നതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. മല്ലിച്ചപ്പൊക്കെ ഇടാം. എനിക്ക് മല്ലിച്ചപ്പൊന്നും ഇല്ലാത്ത ഞാൻ മല്ലിച്ചപ്പൊന്നും ഇട്ടിട്ടില്ലേ. നമുക്കിനി സർവ് ചെയ്യാം. ഇഡലി വയ്ക്കുന്നുണ്ട്, നല്ല സോഫ്റ്റ് ഇഡലിനെ കാണിക്കുന്നുണ്ട്. ഇനി അതിലോട്ട് സാമ്പാറും കൂടെ ഒഴിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ.